ശുഭേ പിന്നെ ഈ ഓയിലുണ്ടല്ലോ വളരെ എഫക്റ്റീവാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാം, ഞാനേ എൻ്റെ ഈ കവിളിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു കുറച്ച് ഈ കരിമംഗല്യ അല്ല, പക്ഷെ ഇങ്ങനെ ഒരു കാക്കാപ്പുള്ളി പോലെ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഞാനത് ഇതിന് കുറച്ച് മുന്നേ ബ്യൂട്ടി പാർലർക്ക് ഫേഷ്യൽ ചെയ്യാൻ പോകുമ്പോഴേ, ഞങ്ങളുടെ അടുത്തുള്ള പാർലർക്ക് ഫേഷ്യൽ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കും, ചേച്ചി ഇതിന് എന്താ ചെയ്യുക? ഈ ഒരു കവിളിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ, ഒരു സൈഡിൽ മാത്രം. അപ്പോൾ ഞാനത് കുറേ ക്രീം ഞാൻ യൂസ് ചെയ്യില്ല കേട്ടോ. ഒരു ക്രീമും ഞാൻ ഇന്നുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതേപോലെ ഒരു വെളിച്ചെണ്ണ അതേപോലെ ഒരു ചേച്ചി എനിക്ക് ബ്യൂട്ടി പാർലത്തെ ചേച്ചി ഏതാണ് ഈ നമ്മളെ കുങ്കുമാതി തൈലല്ലേ, അതെനിക്ക് പറഞ്ഞു അത് തേച്ച് നോക്കി എന്ന് പറഞ്ഞു. അത് തേച്ച് നോക്കിയാൽ വ്യത്യാസം വരും എന്ന് പറഞ്ഞു. ഞാൻ അത് വാങ്ങിച്ചിട്ട് ഈ ഔഷധിയിൽ നിന്ന് കുങ്കുമാതി തൈലം വാങ്ങിച്ചിട്ട് അതിന് ഒരു ചെറിയ ഡപ്പ ചെറിയൊരു ട്യൂബ് പോലെ ഇട്ട് അത് വാങ്ങിച്ചിട്ട് അത് തേച്ച് നോക്കിയപ്പോഴോ ഒരു മാറ്റമില്ല. പ്രത്യേകിച്ച് ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല. ഞാൻ എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇതൊന്നും മാറ്റില്ല, എനിക്ക് ആകെ വിഷമമായി. കാരണം വെച്ചാൽ ഈ ഒരു ഭാഗം മാത്രം, നമ്മുടെ ഈ കവിളിൻ്റെ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഒരു ഇത്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഇനി നമുക്ക് ഇങ്ങനെ ഫേഷ്യൽ ചെയ്ത് നോക്കി നോക്കും, മാസത്തിൽ എല്ലാ മാസം അങ്ങനെ ഫേഷ്യൽ ചെയ്യാൻ വായോ, അപ്പോൾ റെഡിയാവും എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു 3 മാസം അടുപ്പിച്ച് പോയി. പിന്നെ എനിക്ക് ഇതേപോലെ ഞാൻ പോയില്ല, ഒരു കുറവൊന്നും വരുന്നില്ല. ഞാൻ വിളിച്ച് പറയാനൊന്നും ഒന്നുമില്ല. പിന്നെ ത്രെഡ് മാത്രമേ ചെയ്തിട്ടുണ്ട് വരുള്ളൂ. ആ സംഭവം ഉണ്ടല്ലോ, ഞാനുള്ള കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ലേ. ഞാനിപ്പോൾ നോക്കുമ്പോഴേ ഞാൻ കണ്ണാടിയിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കലില്ല കേട്ടോ. ഓയിൽ ഞാൻ ഡെയിലി തേക്കലുണ്ട്, രാത്രി ഞാൻ തേക്കില്ല. ഒരു 5 മണിക്ക് ശേഷം. രാവിലെ എനിക്ക് നേരം കിട്ടില്ല, പിള്ളേരൊക്കെ നേരത്തെ പോയി, മോനും ട്യൂഷനും കാര്യങ്ങളൊക്കെ 6 മണിക്ക് പോകും. അപ്പോൾ ചോറും ഇതൊക്കെ ആണ് എനിക്ക് വെറുതെ ഒരു കുളിക്കുള്ളൂ. അപ്പോൾ അത് കാരണം രാവിലെ തേച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നിൽക്കണ്ടേ. അപ്പോൾ അതിന് എനിക്ക് നേരം കിട്ടലില്ല. വെറുതെ നമ്മൾ തേച്ചിട്ട് ഒരു 5 മിനിറ്റ് നിന്നിട്ട് തേച്ചിട്ട് കുളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു 4:30 ഉച്ചയായിട്ട് ഒരു 4:30 പറ്റിയിട്ട് ഒരു 5:30 വരെ പറ്റിയിരിക്കും. 5:30 വരെ പറ്റിയിട്ട് ഇതേപോലെ ചെറുപയർ പൊടി കൊണ്ട് കഴുകി കളയും. അത് നല്ല മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം, പൂർണ്ണമായിട്ട് ഇപ്പോൾ കാണാനില്ല. അങ്ങനെ മറ്റേതെന്ന് പറയുന്നത് ഇങ്ങനെ മോത്തിക്ക് നോക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. അയ്യോ എന്താ ചെയ്യുക ചിലപ്പോൾ ചുവട് ഇപ്പം ഇപ്പം അങ്ങനെ ആയ കാര്യം ഞാനൊരു നുണ പറയല്ല, അല്ലെങ്കിൽ ചുറ്റാൻ്റെ പുകഴ്ത്തി പറയാം, അല്ലെങ്കിൽ ഓയിലിൻ്റെ ഒന്നും ഇന്നേ വരെ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ഞാനത് കുങ്കുമാതി തൈലം പറ്റിയിട്ട് ഞാൻ നോക്കും കണ്ണാടിയിൽ ഇങ്ങനെ അടുപ്പിച്ച്, എന്തൊരു മാറ്റമില്ല, ഒരു മാറ്റമില്ലല്ലോ മോൻ. ഇപ്പം അതാ അത് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല, എന്നാലും മങ്ങി ഇപ്പം ഒരാൾ നോക്കുമ്പോൾ അറിയണം കൂടിയില്ല. ഒരു തീരെ അങ്ങനെ അറിയണില്ല, ഒരു തരിയും കൂടി ഉള്ളൂ ഇനി പോകാൻ, ബാക്കിയൊക്കെയും പോയി തുടങ്ങിയിരുന്നു. കാര്യമായിട്ട് ഈ ഓയിലിൻ്റെ തന്നെ എനിക്ക് മനസ്സിലായി. ഈ ഓയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിങ്ങനെ അങ്ങനെ പിന്നെ കുറേ ഇപ്പോൾ ഞാനത് വിട്ടു. ഈ കാക്കാപ്പുള്ളി അല്ല, അങ്ങനെ ഒരു കാക്കാപ്പുള്ളി പോലെ ഒരു പാട്. അപ്പോൾ അത് കുറേ ഇപ്പോൾ ഞാൻ അങ്ങനെ വിട്ടു. ഇത് തേച്ചിട്ട് ഇപ്പം കണ്ണാടിയിലേക്ക് ഞാൻ അടുപ്പിച്ച് നോക്കുമ്പോൾ മുഖമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. ഇപ്പം ഒന്നുമില്ല, ഒരു കുത്തം പോകുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എവിടെയും പാണ്ടോളതൊന്നുമില്ല. പക്ഷേ ഇന്ന് എന്നിട്ട് ഞാൻ ഈ കവളുടെ അവിടുത്തെ വെറുതെ തൊട്ട് കാണാനില്ലല്ലോ ഇത്. അപ്പോൾ എനിക്ക് ഓയിലിൻ്റെ കാര്യം ഓർമ്മയില്ല കേട്ടോ. ഓയിൽ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് പോയില്ല. എങ്ങനെ പോയി, ഞാൻ ഇന്ന് നോക്കി, അതാണ് ഞാൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്. ഇപ്പം ഈ സമയത്താണ് ഞാൻ നോക്കുന്നുണ്ട് കണ്ണാടിയിൽ, ഇതെങ്ങനെ പോയി, അയ്യോ ഇതിനൊരു തരിയും കൂടി ഉള്ള പോകാൻ ഇപ്പം അറിയണില്ല എന്ന് പറയാം, തീരെ അറിയണില്ല, മങ്ങി പോയിരിക്കും. ഓയിൽ അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ. ഞാൻ കമന്റിൽ ഇഷ്ടകണക്കിന് ഇട്ടിട്ടുണ്ട്. ഞാൻ അത്രയും പെർഫെക്റ്റ് എനിക്ക് ഇടാൻ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു ഓയിലിൻ്റെ ഇതെനിക്ക് എന്തായാലും ആ ഒരു കാര്യത്തിൽ എക്സ്ട്രാ പെർഫെക്റ്റ് ആണ് കേട്ടോ ഓയിൽ. ഞാനിത് ഇതേപോലെ ഞാൻ കമന്റിലിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഞാൻ എന്തായാലും ഇനി ഒരു കുപ്പി കഴിയാറായി. കഴുത്തിലും ഞാൻ മുഖത്തും മാത്രമേ തേക്കുള്ളൂ, ശരീരത്തിൽ തേക്കാനുള്ളൊന്നും ഇല്ലല്ലോ. ഒരു കുപ്പി ഒരു ബോട്ടിൽ പിന്നെ